കടങ്കഥ ചോദിക്കട്ടെ. ഇരുട്ട് കാട്ടിൽ കുരുട്ട് പന്നി. എന്താ ഉത്തരം? ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാനല്ല, കമന്റ് ചെയ്യണേ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും അമ്മയും കൂടി, എന്താ അമ്മ ഹായ് ഹായ് ഞാനും അമ്മയും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. രാവിലെ 8:30 സമയം. എവിടെയാന്ന് വെച്ചാൽ എൻ്റെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു 9th month ആകുമ്പോൾ അന്ന് സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഒരു 3 months കഴിയുമ്പം പിന്നെയും തുടങ്ങാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോൾ 4th month ആയല്ലോ. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ വീണ്ടും തുടങ്ങുമെന്ന്. ഇനി എത്ര കാലം വേണമെന്ന് അറിയില്ല. ഏതായാലും പോയി നോക്കാം. ഇന്ന് നല്ല വെയിലാണ്, അതുകൊണ്ട് സമാധാനം. നമ്മളെ കൂടാരത്തിനുള്ളിൽ നടക്കുമ്പോൾ നല്ല സുഖമുണ്ട്. പഞ്ചായത്ത് എത്തി പറഞ്ഞിട്ടാട്ടോ അമ്മ വർത്താനം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് നമ്മൾ പഞ്ചായത്ത് എത്തി. നടന്നിട്ടാന്നേ വന്നേ. ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് നടക്കുന്നു. നടക്കാത്ത പഞ്ചായത്ത് എത്തി. ഇനി ഡോക്ടറെ അടുത്തേക്ക് പോട്ടെ. ഏതായാലും അവിടെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിനെ. അതുകൊണ്ട് ഞാൻ അധികം ക്ലിപ്സ് ഒന്നും അവിടെ നിന്ന് ആഡ് ചെയ്തിട്ടില്ല. വേഗം ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടാ. അങ്ങനെ ഇതാ പല്ലിൻ്റെ ചെയ്തു കേട്ടാ. എൻ്റെ ഗ്യാപ്പെല്ലാം ഓൾറെഡി അടഞ്ഞിട്ടുണ്ട്. ഇനി പല്ല് പൊരിച്ച ഗ്യാപ്പ് മാത്രമേ അടയാനുള്ളൂ. അപ്പോൾ അത് കമ്പി വയറ് കട്ട് ചെയ്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ 2-3 ദിവസത്തേക്ക് നല്ല വേദന, ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. സാറില്ല, എന്തായാലും ഇത് തീർത്തന്നെ പറ്റും. എന്തായാലും ഇട്ട് പോയില്ലേ. ഉറങ്ങുമെന്ന്. പിന്നെ ഇതാരാ? യാമിയാ? യാമി കുഞ്ഞാമ്മ വലുതായി പോയ അമ്മ പല്ലിനെ ഇതാക്കിട്ട് വരുമ്പോഴേക്ക്. ഓ, എന്നാ അമ്മ കൊണ്ടുവന്ന സാധനം ആയിരിക്കാ കൊടുക്കോ ഇപ്പം? ആയിരിക്കാ കൊടുക്കോ? ഓ, നിച്ചു ഇല്ല അല്ല. എന്നാ ഞാൻ പോന്നു. നിച്ചുണ്ടാ? നിച്ചുണ്ടാ? പട്ടിച്ചതാ. അപ്പോഴേക്ക് കറക്റ്റ് സമയം നമ്മള് വരുമ്പോഴേക്ക് തന്നെ ഇതാ യാമിക്കുട്ടി എണീച്ച് കളിയെല്ലാം തുടങ്ങിയിട്ടുണ്ടേ. ഇനിയിപ്പോ ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റി കൊടുക്കണം. ഡയപ്പറെല്ലാം ഒന്ന് മാറ്റി കൊടുക്കണം. നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് യാമിക്ക് ഏത് ഡയപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എന്നാലും ഇപ്പോഴും സ്ഥിരം വീഡിയോസിൽ കമന്റ് വരാറുണ്ട് ഏത് ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് പറയോ, ടാഗ് ചെയ്യോ എന്നെല്ലാം ചോദിച്ചിട്ട്. ഓ, നമ്മള് യാമിക്ക് ഇതാ ലവ് ലാപ്പിന്റെ ഈ സുപ്രീം പാൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യാറ്. വലിയ പാക്കറ്റ് അത് മേടിക്കല്. ഇപ്പൊ ഏകദേശം പകുതിയോളം യൂസ് ചെയ്ത്. ഇത് 2ാമത്തെയോ 3ാമത്തെയോ നമ്മളെ പാക്കറ്റാണ്. ഇപ്പൊ കുറെ നാളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടില്ല, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. 4 to 8 kg വരെ ഉള്ളതാണ് സൈസ് വാങ്ങിക്കുന്നത്. 5 layers ഓഫ് അബ്സോർപ്ഷൻ ഉണ്ട് ഇതിൽ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ നനവായി കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിക്കോളും. അതാണ് ഏറ്റവും നല്ല പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നല്ല കംഫർട്ട് ആയിട്ടുള്ള മെറ്റീരിയലാണ്, സ്കിൻ ഫ്രണ്ട്ലി ആണ്, നല്ല എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇതാ, ഇവിടെ ഒരു വെറ്റ്നെസ് ഇൻഡിക്കേറ്റർ ഉണ്ട് യെല്ലോ കളറിൽ. ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡിക്കേറ്റ് ചെയ്ത് ആ ലൈൻ എന്താവും, ബ്ലൂ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയി, ഇത് മാറ്റേണ്ട സമയമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാനിതാ കുറച്ച് നേരത്തെ ഇട്ട് കൊടുത്തതാണ്. ഒരു 3 to 4 hours ആയി ഇത് ഇട്ട് കൊടുത്തിട്ട്. ഇത് കണ്ട ലൈന് ആയിട്ടുണ്ട്, നീല ആയിട്ടുണ്ട്. ഇതില് ലൈറ്റ് യെല്ലോ കളറിലുള്ള ലൈന് ഇതാ നിറഞ്ഞപ്പോ ബ്ലൂ കളറായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചേഞ്ച് ചെയ്യാനായി നടത്താം. ലവ് ലാബ് സുപ്രീം പാൻസ് എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം പെട്ടെന്ന് ഡ്രൈ ആക്കി വെക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ബ്ലൂ കളറിലുള്ള വാട്ടർ ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്തിട്ട് ഡയപ്പർ പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കിയിട്ട് മാറുന്നുണ്ട്. അതുപോലെ ഒന്ന് സ്ക്വീസ് ചെയ്ത് നോക്കിയാലും വെള്ളം പുറത്ത് വരുന്നൊന്നുമില്ല, കാരണം ഉള്ളിലെത്തുന്ന വെള്ളം പെട്ടെന്ന് തന്നെ ജെല്ലായിട്ട് മാറുന്നുണ്ട്. ഒട്ടും റാഷസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. റാഷസ് പ്രിവെന്റ് ചെയ്യാൻ എന്നാ ചെയ്യുന്നത്, ഏത് ക്രീമാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒട്ടും റാഷസ് ഉണ്ടാവില്ല. ഇത് നല്ല സ്കിൻ ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ്. അപ്പൊ ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പൊ നമ്മളുണ്ടല്ലോ യാമിക്കുട്ടിക്ക് ഒരു മേക്ക് ഓവർ എല്ലാം നടത്തിയിട്ടുണ്ടേ. നമ്മളിപ്പോ ഒരു കുഞ്ഞു മുട്ടയാണ്. ആ മുട്ടയാക്കിയ ദിവസത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാട്ടാ. യാമി ജനിച്ച ദിവസം തന്നെ നല്ലോണം മുടിയുണ്ടായിരുന്നു. നിച്ചൊന്നും ജനിച്ചപ്പോൾ അത്ര മുടി ഉണ്ടായിട്ടില്ല. പക്ഷെ യാമിക്ക് അങ്ങനെയല്ല, നല്ല തിക്കായിട്ടുള്ള മുടി ഉണ്ടായിരുന്നു. ഞാൻ വാവനെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ അതാണ് കേട്ടോ പറഞ്ഞത്, നല്ല മുടിയുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇതാ ഒരു 2-3 മാസം ആകുമ്പോൾ തന്നെ നല്ലോണം വളർന്നിട്ടുണ്ട്, നല്ലോണം പിടിച്ചു വലിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒന്ന് മുട്ടയടിച്ച് കളയാമെന്ന് വിചാരിച്ചു. 2 മനസ്സായിരുന്നു, വേണോ വേണ്ടിയൊന്നും. പിന്നെ 2ഉം കൽപ്പിച്ച് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. മോക്കും നല്ലൊരു സുഖം കിട്ടുമല്ലോ. നിച്ചുട്ടി കുഞ്ഞുവാവ ഉണ്ടാകുമ്പോൾ മുട്ടയടിക്കാൻ വന്ന അതേ ചേട്ടൻ തന്നെയാണ് കേട്ടോ വന്നത്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഉള്ള ചേട്ടനാണ്.
അപ്പോൾ വാവ ഉറങ്ങിയിട്ടൊന്നുമില്ല, എണീച്ചിട്ട് തന്നെയാണെന്നുള്ളത്. കുറച്ച് ഉറക്കാനുള്ള നോക്കി, പക്ഷെ നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, കത്തി വെച്ച് ചിരണ്ടുമ്പോൾ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ട്. പക്ഷെ മോള് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്ന് തന്നു. പിന്നെ നിച്ചുട്ടിയും ഇടയ്ക്കിടയ്ക്ക് എന്തെല്ലാം എടുത്ത് കളിപ്പിച്ചുകൊണ്ടെല്ലാം നിന്നു. അപ്പോൾ ആ ശ്രദ്ധ മാറുമ്പോൾ കുറച്ച് നേരം അങ്ങനെ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ പകുതി ആക്കിയപ്പോഴേക്ക് ആശാത്തിക്ക് മതിയായി. എന്നിട്ട് പിന്നെ കുറച്ച് പാലെല്ലാം കൊടുത്ത് വീണ്ടും ഉറക്കിയിട്ടെല്ലാം കൊണ്ടുവന്ന് എന്നിട്ടാണ് ബാക്കി കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ പെട്ടെന്ന് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് വിചാരിച്ചതിനേക്കാളും എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ കുറച്ച് ദിവസമായി മുട്ട അടിച്ചിട്ട് നിങ്ങൾ ഓൾറെഡി ഷോർട്സിലെല്ലാം കണ്ടിട്ടുണ്ടാവുമായിരിക്കും. കുറച്ച് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ടായിട്ട്. അപ്പോൾ കുറേ പേര് കമൻറ്റും ചെയ്തു, അയ്യോ യാമിക്കുട്ടീൻ്റെ മുടി പോയല്ലോ, മുട്ടയാക്കിയോ എന്നെല്ലാം. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വാങ്ങിച്ച സാരിയാണ് ഇത്, രാജാ സ്റ്റോറിൽ നിന്ന്. നല്ല രസമുണ്ട്, ലൈറ്റ് കളർ. അമ്മ പറഞ്ഞ പോലെ ഇത് വർക്ക് ഓവറൊന്നുമില്ല. അമ്മ പറഞ്ഞു ഞാൻ വർക്കല്ലല്ലോ ചിലപ്പോൾ ഓവർ ആയിട്ടുണ്ടാവും പറഞ്ഞു. ഇല്ല, ആ സിൽവർ വർക്ക് അല്ലേ, മറ്റേ ഗോൾഡൻ ആകുമ്പോൾ കുറച്ചും കൂടെ ഇല്ല. നല്ലുണ്ട്, നല്ല രസമുണ്ട്. അന്ന് കുറേ ആള് പറഞ്ഞേ ഈ സാരി നല്ലുണ്ട്, ഇഷ്ടമായിന്ന് കുറേ ആള് പറഞ്ഞ. ഓവറൊന്നുമില്ല കളറ്, ആ നല്ല രസമുണ്ട്, ഓവറൊന്നുമില്ല. അപ്പം നല്ലുണ്ട്. പോയിട്ടോ താത്തിയപ്പം ഇപ്പൊ കറക്റ്റായി. നമുക്ക് എല്ലാവർക്കും പോകേണ്ട കല്യാണമാണേ. പക്ഷെ കുഞ്ഞു ഭാവി ഇല്ലോണ്ട് ഭാവിനെയും കൊണ്ട് അയക്കില്ലല്ലോ. അപ്പൊ 3 മാസം 3.5 മാസമില്ലായി. ഇപ്പൊ കാര്യമില്ല പോയിട്ട്, അതുകൊണ്ട് പോവാൻ പറ്റിയില്ല. തായാണെന്ന് മനുഷ്യ നല്ലുണ്ടപ്പാ. സുന്ദരനും സുന്ദരിയും. ടാറ്റാ, ഒരു ഓട്ടോ വരുന്നുണ്ട്. ഓക്കെ ടാറ്റ. ഫോണെല്ലാം എടുത്തില്ലേ? ഓക്കെ. അപ്പൊ അമ്മയും അച്ഛനും കല്യാണത്തിന് പോയേ. അപ്പം നമ്മള് 4 ആള് മാത്രമായി. ഇനി നിച്ചുട്ടി ഇവിടുന്ന് കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. യാമിക്കുട്ടി ഇതാ പായിലുണ്ട്. ഇപ്പൊ കമിയന്റെ വട്ടെല്ലാം ആയിട്ടുണ്ട് കേട്ടാ. എന്നാ യാമി ആരോടെ വർത്താനം പറയുന്നേ? ഇതാ ഒരു കറങ്ങുന്ന മനുഷ്യനുണ്ട് ഇടാ. ഓ ആ മനുഷ്യനാ യാമിതാ അവരെ വിളിക്കുന്നേ, കറങ്ങുന്ന മനുഷ്യനെ. സർക്കസ് മാൻ ഇങ്ങോട്ട് വിളിക്കുന്നേ. മയക്കിച്ചാന്നേ. ഇങ്ങനെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞാ കടന്നോളും. നമ്മൾ ആരും ഇല്ലെങ്കിലും വിളിക്കും അല്ലേ ചുട്ടി? യാമി എങ്ങനെ വിളിക്കുക? ഏയ് എന്നിട്ട് വിളിക്കും അല്ലേ? തൊട്ടിൽ നല്ല എണീച്ചാൽ ഏയ് ഏയ് ഞെക്കല്ലേ പോന്നെ. കടിക്കുന്നില്ല, ഓള് നിന്നെ പിടിക്കുന്ന കടിക്കല്ലേടാ, ഞെക്കല്ലേടാ പോന്നും കേട്ടെ. യാമിച്ചി ചേച്ചിനോട്ട് കളിക്കുന്നുണ്ടാ. നിച്ചുന്റെ മെയിൻ ഹോബിയാണ് കേട്ടോ ഇത്, ഇങ്ങനെ വന്ന് ഞെക്കല് ഇല്ലേ ചൂസേ? ഓ ഓ ഓ ചേച്ചിനെ കിട്ടിയാൽ സന്തോഷാവേ, ഒരാൾക്ക് സന്തോഷാവേ. കടിക്കല്ലേ ചൂസേ? നിച്ചു ചിലപ്പോ കടിക്കും സ്നേഹം കൊണ്ട്. ലിച്ചു കടിക്കൂല, കെട്ടിപ്പിടിക്കലേ ഉള്ളൂ. അതെയാ? ഓ എങ്ങനെ? ഓ മതി 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 മതി, ഉറക്കം വന്ന് പൊന്നെ നോക്ക്. അതാണ്. ബാ 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 ബാ. അമ്മ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ചോറും വറവും എല്ലാം ആക്കി വെച്ചിന്. അപ്പോഴേ നമ്മൾ 8:30 ആകുമ്പോഴേക്ക് പോയില്ലേ. അപ്പൊ മീനുണ്ട് ഇന്നലെ വാങ്ങിച്ച്, ഞാൻ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആക്കാം നമുക്ക്. അതുപോലെ തന്നെ ഒരു തക്കാളി കറി എങ്ങാനും ആക്കാം. തക്കാളി അല്ല, പരിപ്പ് കറി ആക്കാം. തക്കാളി ഉള്ളിയെല്ലാം ജസ്റ്റ് ഇട്ടിട്ട് ഒരു പരിപ്പ് കറി ആക്കിയ നിച്ചുട്ടിന്റെ കാര്യമായി. മീൻ ഫ്രൈയും വറവും എല്ലാം കൂടി ആകുമ്പോൾ കായല്ല. അതൊന്ന് ആക്കണം. യാമിക്കുട്ടി തൊട്ടിൽ ഉറങ്ങുന്നുണ്ട്. എന്നാലും ഇടക്കിടക്ക് ഇങ്ങനെ ഗുടുഗുടു ആക്കും. ആരെങ്കിലും ഉണ്ടോന്ന് അറിയണം ഇടക്കിടക്ക്. അതുകൊണ്ട് ഒരു ഉള്ളിയും കൂടി എടുത്തിട്ട് നമുക്കൊന്ന് പരിപ്പ് കറി റെഡിയാക്കാം. അപ്പൊ നമുക്ക് വേഗം പണി തീർക്കേ. കുറച്ചു നേരം ഉറങ്ങൂല്ലോ കേട്ടോ, അധിക സമയം ഉറങ്ങുമൊന്നുമില്ല. പകല് ഉറക്കം കുറച്ച് കുറവാണ്, അതുകൊണ്ട് വേഗം റെഡിയാക്കാം. അയിലയാണേ മീൻ കിട്ടിയത്. ഞാനിപ്പം ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോണ്ടല്ല ഒരു പാട്ട് കേട്ടെ. അത് ശരിക്കും കേൾക്കുമ്പോൾ നമ്മൾ പഴയ സ്കൂൾ കാലത്തേക്ക് ഇങ്ങനെ തിരിച്ചു പോകുന്ന ഒരു അനുഭൂതിയാണ് കേട്ടോ. നമ്മൾ കണ്ണടച്ച് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ പണ്ടത്തെ സ്കൂൾ കാലത്തിലേക്ക് പോകുന്ന പോലെ തോന്നും. ഏത് പാട്ടാ അറിയാം? ഹൃദയരാഗ തന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാദം ഇന്നു വാഴ്ത്തിടാ. ആ പാട്ട് വരി തെറ്റിനോന്ന് എനിക്കറിയില്ലേ, പെട്ടെന്ന് കേട്ടപ്പം
ശരിക്കും നമ്മളെ പഴയ സ്കൂളില് കാലത്ത് എന്ത് രസാന്നല്ലേ. നമ്മളെ പണ്ടത്തെ സ്കൂളിൽ നമ്മളെല്ലാം പഠിച്ച സ്കൂളിൽ മറ്റേ ബിൽഡിങ്ങും സദാ ഓടിട്ട സ്കൂളല്ലേ തന്നെ. അപ്പൊ നമ്മള് മഴയത്തൊക്കെ നനഞ്ഞു പോയി കഴിഞ്ഞാല് നനച്ചെല്ലാം കൊണ്ട് ക്ലാസ്സിലിരിക്കണം. ആ ക്ലാസ്സിലെല്ലാം ഇരുന്നിട്ട് നമ്മള് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കുക. പിന്നെ പെരുമഴ വരില്ല, അപ്പൊ നമ്മളെ മേത്ത് ചാറ്റൽ മഴ തെറിക്കും. പിന്നെ ടീച്ചർമാര് ഇപ്പോഴത്തെ പോലെ ന്യൂജൻ ടീച്ചർമാരിലല്ല, പണ്ട് കുറച്ച് പ്രായമായ കുറെ ടീച്ചർമാരെല്ലാം ഉണ്ടാവില്ലേ സ്കൂളിൽ. അതൊക്കെ ആ കാലത്തേക്കൊക്കെ ഇങ്ങനെ തിരിച്ചു പോകും നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ. ശരിക്കും ഇപ്പൊ ആലോചിക്കുമ്പോൾ നമ്മുടെ സ്കൂൾ ലൈഫ് എല്ലാം ഭയങ്കര മിസ്സിംഗ് ആണല്ലേ. എനിക്ക് എന്റെ സ്കൂൾ കാലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു UP സെക്ഷൻ വരെ പഠിച്ച സ്കൂളാണ് എന്റെ മെമ്മറിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി കോളേജെല്ലാം ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു പോയി എന്നല്ലാണ്ട് ആ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നല്ലേ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാ? നിങ്ങളെ പണ്ടത്തെ സ്കൂൾ ലൈഫിൽ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ വിശേഷങ്ങളോ അല്ലെങ്കിൽ ഈ പാട്ട് കേട്ടപ്പോൾ നിങ്ങളുടെ സ്കൂൾ ലൈഫ് ഓർമ്മ വന്നോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യണേ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മളൊരു 90s കിഡ്സിനും അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ജനറേഷനും കുറച്ചും കൂടെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ വന്ന കുട്ടികളെല്ലാം ആകുമ്പം വലിയ ബിൽഡിംഗ് ആയി, സ്കൂളിൽ ഫാനും ലൈറ്റും കാര്യങ്ങളും സൗകര്യങ്ങളെല്ലാം ആയി. എന്തൊക്കെ വന്നാലും പണ്ടത്തെ സ്കൂൾ ലൈഫ് എന്തായാലും നമ്മൾ എൻജോയ് ചെയ്ത അത്ര ഇപ്പോഴത്തെ കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ട് തോന്നുന്നില്ല. നമ്മളെ നടാ പറ, എവിടെയാ പോകുന്നേ? പിന്നെ വെറുതെ സുന്ദരിയായതാ? അതെയാ? ഈ സ്റ്റിക്കറെല്ലാം ഇടുന്ന കിട്ടിയേ? കാണിച്ച ബാഗ് കാണിച്ചേ. ഫുള്ള് സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടാ? ഫ്രണ്ടിന്റെ കമന്റ് ഉണ്ടായിനാ? കാണിച്ച ബാഗ് കാണിച്ച. ബാഗിന് ഫുള്ള് സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ട് ഇതാ. നിച്ചിന്റെ ഫ്രണ്ട് വരുന്നുണ്ടല്ലേ? വെറുതെ ആണ് കേട്ടാ, കളിയാന്നേ, ശരിക്കും വരുന്നില്ല കേട്ടാ. നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ കളിക്കും. എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. നിച്ചുട്ടി എനിക്ക് മറ്റേ കാൽക്കുലേറ്റർ എടുത്ത് ഫോണാക്കും. നിച്ചുട്ടിന്റെ ഫോൺ അതാണേ. അതിനെ കൊണ്ട് വിളിച്ചിട്ട് വഴിയെല്ലാം പറഞ്ഞു കൊടുക്കും അല്ലേ. അതാണ് കോമഡി. പഞ്ചായത്ത് നിന്ന് വന്നിട്ട് നല്ല നിച്ചുട്ടി അപ്പൊ കറിയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഏതായാലും ഫുഡ് കഴിക്കട്ടെ. ഞാൻ രാവിലെ കഴിച്ചതേ ഉള്ളൂ. സാധാരണ ഇടനേരത്ത് എന്തെങ്കിലും നട്ട്സും അതെല്ലാം കഴിക്കലുണ്ട്. ഇന്നും പല്ല് വേദന ആയതുകൊണ്ട് ഇടനേരത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. നട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ ചോറെല്ലാം വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പേറി. പിന്നെ അമ്മ ഇന്നലെ നല്ല രസം ഉണ്ടാക്കിനെ, അതുണ്ട്. പിന്നെ ഇൻസ്റ്റന്റ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കിനെ, അതും എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ. ചെറുങ്ങനെ വേദന വരുന്നുണ്ട്, അതുകൊണ്ട് അധിക സമയം ചവച്ചുകൊണ്ടൊന്നും ഇരിക്കാൻ പറ്റൂല. ഞാനും അമ്മയും കൂടെ തകൃതിയായിട്ടുള്ള ഒരു ഡാൻസ് പ്രാക്ടീസിലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കുറച്ച് നാളായി അല്ലേ ഞാനും അമ്മയും കൂടെ ഡാൻസ് കളിച്ചിട്ട്. എൻ്റെ അമ്മേൻ്റെ ഡാൻസിൻ്റെ കുറേ ഫാൻസ് ഉണ്ട്. എൻ്റെ അല്ല, അമ്മേൻ്റെ മെയിനായിട്ട്. അപ്പോൾ അമ്മേൻ്റെ ഡാൻസ് പ്രേമികൾക്കെല്ലാം ഇതാ നമ്മൾ വീണ്ടും ഒരു ഷോർട്ട് വീഡിയോ ഇറക്കുന്നുണ്ട് കേട്ടോ. ആദ്യം അമ്മ ഇങ്ങോട്ടാക്കും, പിന്നെ അങ്ങോട്ട്, പിന്നെ ആദ്യം ഇങ്ങോട്ട്, ആദ്യം ഒരു കൈ ഇങ്ങോട്ട് കൊണ്ടു. 1 2 ഓക്കെ 3 4 നമ്മളെ വൈബിനൊത്തൊരു ഹസ്ബൻഡിനെ കിട്ടുകയെന്ന് ഭാഗ്യമെന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളെ വൈബിനൊത്ത ഒരു അമ്മയമ്മേനെ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നതിനും അമ്മ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. സപ്പോർട്ട് മാത്രമല്ല, കൂടെ നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കുമല്ലോ വീഡിയോസിലൂടെ തന്നെ. നമുക്ക് ഡാൻസ് കളിക്കാനൊന്നും അങ്ങനെ അറിയൊന്നുമില്ല. എന്നാലും അമ്മയെ വാ നമുക്കൊരു ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞാൽ അമ്മ റെഡിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചെറിയൊരു മടിയെല്ലാം ഉണ്ട്, പ്രായമായി എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ നമ്മളങ്ങനെ വെറുതെ വിട്ടുകൂടല്ല, പ്രായമൊന്നും ആയിക്കൂടല്ല. എൻ്റെ അമ്മ ഇനി എത്ര പ്രായമായാലും ഇതുപോലെ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അമ്മ പ്രായമായില്ലേ എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പം ഞാനും അമ്മയും കൂടെ ഒരു ഡാൻസ് വീഡിയോ ഷോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞ് വെറുതെ അല്ല അമ്മ കുറേ ആയി നമ്മൾ ഡാൻസ് എടുത്തിട്ട്. ലാസ്റ്റ് എൻ്റെ ഡെലിവറി കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് ഒരു ഡാൻസ് വീഡിയോ എടുക്കുന്നത്. അത് അമ്മേൻ്റെ കൂടെ തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തോണ്ടിരിക്കുവാണ്. ഇത് സിനിമാറ്റിക് കിട്ടുകൊണ്ട് ഒരാളെ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. അതാ ഞാൻ അമ്മേനെ തൊട്ടോണ്ട് നിൽക്കുന്നു. അപ്പൊ നമ്മള് വേഗം ഡ്രസ്സെല്ലാം മാറിയിട്ട് അതിന് റെഡി ആവട്ടെ. അപ്പൊ ഇത് നമ്മളെ സാരി സെറ്റായേ. നമ്മൾ ഒരേപോലത്തെ ഈ ഒരു സാരി എടുക്കുന്നത്. പട്ടുസാരി എടുക്കാന്ന് ആദ്യം വിചാരിച്ചു, പിന്നെ ഇത് ഓർമ്മ വന്നല്ലോ. ഒരേപോലെയുള്ള നമ്മള് പഞ്ചായത്തിൽ തന്നെ മേടിച്ചാണ് സാനിയെന്ന്. സെയിം കളർ ചേഞ്ച്, സെയിം സാധനം തന്നെ. അപ്പൊ ഇനി ഇത് ഉടുക്കണം. ഉടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം.
അപ്പം ഞാനും അമ്മയും കൂടെ സാരി എല്ലാം മാറ്റി കേട്ടോ അമ്മ. ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം ഫ്രം പഞ്ചായത്ത് സാനിയ. ആയില്ലേ, എനിക്ക് പുറത്ത് പോയിട്ട് എടുക്കാം. നല്ല മഴ വരുന്നുണ്ട്, അതിന് മുന്നേ വേഗം എടുത്ത് തീർക്കട്ടെ. സെറ്റ് വാ. അമ്മക്കിപ്പോൾ ഭയങ്കര മടിയാന്നേ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. പ്രായമായില്ലേ തൊണ്ടി ആയില്ലേ എന്നല്ലാന്ന് പറയുന്നത്. തൊണ്ടി ആയോ എന്ന് കമന്റ് ചെയ്യണേ. പ്രായം എന്ത് പ്രായമേ, നമുക്ക് എത്രത്തോളം കളിക്കാൻ പറ്റുന്നോ അത്രത്തോളം എൻജോയ് ചെയ്യാം, അത്രേ ഉള്ളൂ. അതൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മേൻ്റെ ഡാൻസ് ഉണ്ടായത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഷോർട്ട് വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഷോർട്സിൽ നോക്കിയാൽ അതിൻ്റെ കാണാം. അതിൻ്റെ മുന്നേ കുറച്ച് സംഭവങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഷോർട്ട് ആക്കിയത്. അതിൽ നോക്കിയാൽ കാണാൻ പറ്റുമോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.